അമ്മയായിരുന്നു എൻ്റെ ജീവൻ എന്ന് വെച്ചാൽ. എനിക്ക് സുഖമില്ല, ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഒരു രോഗി കൂടിയാണ്. എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അസുഖത്തെക്കുറിച്ച് എൻ്റെ അമ്മയ്ക്കായിരുന്നു ഒരുപാട് വേവലാതി. പക്ഷേ എൻ്റെ അമ്മയാണ് പോയത്. രണ്ട് ആശുപത്രികളുടെ ചികിത്സാ പിഴവാണ് സുജിത്തിയുടെ ജീവിതത്തെ കണ്ണീരിൽ മുക്കിയത്. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെയും. ചാലക്കുടി സെന്റ് ജെയിംസിൽ ഒരു ക്ഷീണമായിട്ട് കൊണ്ടുപോയതാ. അവിടെ ചെന്നിട്ട് റയൽസ് ട്യൂബ് ഇട്ടിരുന്നു ആഹാരം കൊടുക്കാൻ. അടുത്ത ദിവസം ഡോക്ടർ, അവിടുത്തെ മാനേജ്മെൻറ്റിലെ ഒരു ഫാദർ ഐസിയിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു, നിരൂപ്, അമ്മയുടെ റയൽസ് ട്യൂബ് ശ്വാസകോശത്തിലേക്കാണ് കിടക്കുന്നത്. അവർ ആഹാരം കൊടുത്തു, ശ്വാസകോശം തകർന്ന് ആസ്പിറേഷൻ ന്യൂമോണിയായി. അപ്പം എക്സ്റേ കൂടി ബോധ്യപ്പെട്ടു, ആഹാരം എല്ലാം വലിച്ചു കളഞ്ഞു. സർജനൊക്കെ വന്നിരുന്നു. അപ്പം ഞങ്ങൾ അമ്മയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ തീരുമാനമായി. ഒരു 3 മണിയോട് കൂടിയാണ് ഞങ്ങൾ അമ്മയെ കളമശ്ശേരി കൊണ്ടുപോയത്. ഇപ്പോൾ 3-ാം തീയതി കാലത്ത് അമ്മയെ ഞാൻ കയറി കണ്ടു. അമ്മയുടെ ദേഹമൊക്കെ തുടച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ്, എൻ്റെ സുഹൃത്താണ്, അനീഷ് എന്ന് പറയുന്നത്, ആ ചേട്ടൻ കയറി അമ്മയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ലെന്ന്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഐസിയുവിൻ്റെ വാതിൽക്ക് ഞാൻ ചെന്നു. അമ്മയ്ക്ക് ആഹാരം മാറ്റി കൊടുത്തു. അപ്പം പറഞ്ഞു, ഡോക്ടർ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അമ്മ മരിച്ചെന്ന്. അപ്പം എന്നെ ആശ്വസിപ്പിക്കാൻ ഡോക്ടർ ഫൈസൽ കാസിം അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ശ്വാസം കിട്ടാതെയുള്ള ബഹളം കേൾക്കുന്നുണ്ട്. വാ കുത്തിപ്പിടിക്കുന്നു. അപ്പം നിങ്ങളെന്താ പറയുന്നത്, എൻ്റെ അമ്മയല്ലേ മരിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ അവസാനം ഞാൻ ഐസിയുലേക്ക് കയറാൻ ശ്രമിക്കുകയും ഡോക്ടർ തടയുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ ഓക്സിജൻ മാസ്ക് താക്കുകയും പൊങ്ങിയും അമ്മ ശ്വാസം കിട്ടാൻ നിലവിളിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് അമ്മ മരിച്ചു. അന്നു മുതൽ തുടങ്ങിയ നിയമ പോരാട്ടം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. സെന്റ് ജെയിംസിന്റെ കേസ് നമ്മൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും കളക്ടർക്ക് കൊടുത്ത പരാതിയില്ല, DMOയുടെ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തിയിരുന്നു ചികിത്സാ പിഴവ്. പിന്നെ ചാലക്കുടി DYSP ആയിരുന്നു കേസ് നോക്കിയിരുന്നത്. പക്ഷേ സാറ് എന്നെ വിളിച്ചിട്ട് അമ്മയുടെ കേസിൻ്റെ കാര്യങ്ങളല്ല കൂടുതലും ചോദിച്ചത്. എൻ്റെ മാരേജ് ഡിവോഴ്സാണ്, എന്നെ മാനസികമായി ഒരുപാട് വേദനിപ്പിക്കുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമപരിഷ്കാരം ഇത്തരം പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ട്. എപ്പോഴും മെഡിക്കൽ അസോസിയേഷൻകാരുടെ കൂടെയാണ് നിയമങ്ങൾ. രോഗികൾക്ക് എന്ത് നിയമങ്ങളാണുള്ളത്? രോഗീ സുരക്ഷാ നിയമങ്ങൾ ആരും എങ്ങും ഇല്ല. ഇന്ന് സ്വന്തം അമ്മയുടെ ജീവന് നീതി ഉറപ്പാക്കാൻ വേണ്ടി മാത്രമല്ല, സമാനമായ ദുരന്തം അനുഭവിക്കുന്നവർക്ക് കൂടി വേണ്ടിയാണ് സുജിത്തിയുടെ ജീവിതം. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എൻ്റെ അമ്മയുടെ കുറ്റവാളികളെ കണ്ടെത്തണം. എൻ്റെ അമ്മയുടെ മാത്രമല്ല, കേരളത്തിലെ ചികിത്സാ പിഴവിൻ്റെ പോരാണ്. അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ ജീവൻ ഇനി മുന്നോട്ട് പോകുന്നത്. ജോയ്സിയാനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.